കൈലാസത്തിൽ മഹാദേവനും മാതാ പാർവതിയും മറ്റു ഗണങ്ങളോടൊപ്പം ഇരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഗണപതി ഭഗവാൻ അവിടെ എത്തുന്നത്. അദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ ശിവഗണങ്ങളും നന്ദിദേവനും ആരതി ഒഴിഞ്ഞ് സ്വീകരിച്ചു. പെട്ടെന്നൊരു പാത്രത്തിൽ നിറയെ ലഡു ഇരിക്കുന്നത് കണ്ടപ്പോൾ ഗണപതി ഭഗവാന് കൊതി സഹിക്കാനായില്ല. ഒട്ടും താമസിക്കാതെ അദ്ദേഹം ആ ലഡു മുഴുവനും കഴിച്ചു. വയറു നിറഞ്ഞപ്പോൾ ഗണപതി ഭഗവാന്റെ ശ്രദ്ധ ശിവഭഗവാന്റെ സിംഹാസനത്തിൽ പതിഞ്ഞു. ഇനി എന്റെ ഇരിപ്പിടം അതാണ് എന്ന് പറഞ്ഞ അദ്ദേഹം മഹാദേവന്റെ സിംഹാസനത്തിന്റെ അരികിലേക്ക് നടന്നു. പുത്ര ഗണേശ, അത് നിന്റെ പിതാവിന്റെ സിംഹാസനമാണ് എന്ന് പറഞ്ഞ് മാതാ പാർവതി ഗണപതി ഭഗവാനെ തടയാൻ ശ്രമിച്ചു. എങ്കിലും ഗണപതി ഭഗവാൻ മുന്നോട്ട് തന്നെ നടന്നു. ഇത് കണ്ടപ്പോൾ മഹാദേവന്റെ ഗണങ്ങൾ ആശ്ചര്യപ്പെട്ടു. ആ സമയം കാർത്തികേയൻ പറഞ്ഞു, മാതേ, ഞാൻ ഒരിക്കൽ ഇന്ദ്രന്റെ സിംഹാസനം ആവശ്യപ്പെട്ടപ്പോൾ എല്ലാവരും എന്നെ ഉപദേശിക്കുകയും എന്റെ കഴിവിനെ ചോദ്യം ചെയ്യുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ ഗണപതി പിതാവിന്റെ സിംഹാസനം ആവശ്യപ്പെട്ടിട്ടും ആരും ഒന്നും മിണ്ടുന്നില്ല. കാർത്തികേയന്റെ വാക്കുകൾ കേട്ടപ്പോൾ മഹാദേവൻ പറഞ്ഞു, മകനെ കാർത്തികേയ, ഗണപതിയുടെ ആഗ്രഹം നിന്റെ ആഗ്രഹത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. എന്റെ കാഴ്ചപ്പാടിൽ അവന്റെ ഉദ്ദേശം മറ്റൊന്നാണ്. ഗണപതി സിംഹാസനത്തിന്റെ അടുത്തെത്തി എല്ലാവരോടുമായി പറഞ്ഞു, ഇതെന്റെ മാതാപിതാക്കളുടെ സിംഹാസനമാണ്. എന്റെ സ്ഥാനം അവരുടെ പാദങ്ങളിൽ താഴെയാണ്. ഇത് കേട്ടപ്പോൾ എല്ലാവരും സന്തുഷ്ടരായി. ഗണപതി ഭഗവാന് ജയ് പറഞ്ഞ് അവർ ആർപ്പ് വിളിച്ചു. എന്നാൽ കാർത്തികേയൻ ദുഃഖിതനായി മാറി നിന്നു. സ്കന്ദകുമാരൻ കാർത്തികേയന്റെ വിഷമം കണ്ടപ്പോൾ മാതാ പാർവതി മഹാദേവനോട് ചോദിച്ചു, സ്വാമി, മകൻ കാർത്തികേയന്റെ ദുഃഖത്തിനും സംശയങ്ങൾക്കും എന്ത് പരിഹാരമാണ് കാണാൻ കഴിയുക? ആ സമയം അശോകസുന്ദരി മുന്നോട്ട് വന്ന് മാതാപിതാക്കളോട് പറഞ്ഞു, ഒരു വഴിയുണ്ട്. അശോകസുന്ദരി കാർത്തികേയനെയും കൂട്ടി ഒരു വലിയ ശിവലിംഗത്തിനടുത്തേക്ക് പോയി. എന്നിട്ട് അവൾ മഹാദേവനോട് പറഞ്ഞു, പിതാവേ, അങ്ങ് എനിക്ക് ശിവലിംഗത്തിൽ സ്ഥാനം നൽകിയതുപോലെ ഗണപതിക്കും കാർത്തികേയനും സ്ഥാനം നൽകിയാലും. അപ്പോൾ മഹാദേവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങനെ ആകട്ടെ. അങ്ങനെ കാർത്തികേയ ഭഗവാന്റെ സംശയങ്ങളെല്ലാം സ്ഥാനം ലഭിച്ചതോടെ മാറുകയും ചെയ്തു. മഹാദേവന്റെയും കുടുംബത്തിന്റെയും ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. ഹർ ഹർ മഹാദേവ്.